ഹൈദരാബാദ് കോട്ടയിൽ മലയാളി യുവസെ വെടിവെച്ച് വീഴ്ത്തി കവർച്ച. വസ്ത്രങ്ങൾ വാങ്ങാനെത്തിയ കോഴിക്കോട് സ്വദേശി VP റിൻഷിദിന് കാലിൽ വെടിയേറ്റു. 6 ലക്ഷം രൂപയും നഷ്ടമായി. ശ്രീധരൻ, എന്താണ് സംഭവിച്ചത്? ഈ സംഭവം നടക്കുന്നത് ഹൈദരാബാദിൽ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി, തുണി വാങ്ങുന്നതിന് വേണ്ടി എത്തിയ വ്യക്തിയാണ്. അദ്ദേഹം കോഴിക്കോട് ഒരു കട നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം അവിടെ നിന്ന് മൊത്ത വിലയ്ക്ക് തുണികൾ എടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. ഈ നമ്പള്ളിയിലെ ബന്ധുവായിട്ടുള്ള മിസ്ബാൻ എന്നയാളോടൊപ്പമാണ് ഇയാൾ പല കടകളിലും തിരഞ്ഞു. പക്ഷെ തുണി കിട്ടിയില്ല. ഇയാളുടെ കയ്യിൽ ഏതാണ്ട് 6 ലക്ഷം രൂപ ഈ പർച്ചേസിന് വേണ്ടി കൊണ്ടുവന്ന തുകയുണ്ടായിരുന്നു. ഈ ബന്ധുവിന്റെ നിർദ്ദേശപ്രകാരം ഈ പണം CDM കൗണ്ടർ വഴി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുകയായിരുന്നു. ഏതായാലും ഇതിനിടയിലാണ് ഈ വെടിവയ്പും അതുപോലെ തന്നെ ഈ കവർച്ചയും ഉണ്ടായത്. കയ്യിൽ ഇത്രയധികം പണം ഉണ്ട് എന്നറിയാവുന്ന ആളുകളാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളുടെ ബന്ധുവിനെ ഉൾപ്പെടെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ CDMൽ നിൽക്കുന്നതിനിടെയാണ് 2-അംഗ സംഘം എത്തി ഈ വയറിലേക്ക് തോക്കു ചൂണ്ടി പണം ആവശ്യപ്പെട്ടത്. എതിർത്തപ്പോൾ വെടിവെച്ചു. ഇതിനിടയിൽ കാലിൽ ഈ റിൻഷിദിന് വെടിയേൽക്കുകയും ചെയ്തു. ഒരു വെടിയുണ്ട ചുമരിൽ തട്ടി തറക്കുകയും ചെയ്തു. ഈ സമയം കൊണ്ട് തന്നെ പണമടങ്ങിയ ബാഗും ഈ റിൻഷിദ് വന്ന സ്കൂട്ടറുമായി സംഘം രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് ഏതായാലും CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റിൻഷിദ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.